ഗുരുവായൂരെ NDA സ്ഥാനാർത്ഥിയായ ബി ഗോപാലകൃഷ്ണൻ ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഹിന്ദു MLA ഇല്ലെന്ന്, അതായത് ആ ഗുരുവായൂർ എത്തിയിട്ടില്ല. അതായത് ഇടത് വലത് മുന്നണികൾ ഒരിക്കലും ഹിന്ദുക്കളെ പരിഗണിക്കുന്നില്ല, ഗുരുവായൂരേക്ക് പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു നിയോഗം പോലെ, അതായത് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് തന്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചത് കൊണ്ടാണെന്നും കഴിഞ്ഞ അരനൂറ്റാണ്ടായി അമ്പലക്കൊള്ളക്കാരുടെ തടവറയിലായ ഗുരുവായൂരിനെ മോചിപ്പിക്കാനാണ് താൻ വരുന്നതെന്നുമാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ ഒരു പരാമർശം അതാണ് ഗോപാലകൃഷ്ണന്റെ. ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരാൾ ജയിച്ചിട്ടില്ല. പിന്നെ ഗോപാലകൃഷ്ണൻ ഇപ്പം ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ ശരിക്കും അവിടെ ഗുരുവായൂർ മത്സരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് സംശയം. അവിടെ 50% മുസ്ലിം പോപ്പുലേഷൻ, മുമ്പ് അതിൽ 60%-ഓളം ഹിന്ദു പോപ്പുലേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ ഏറെക്കാലമായി മുസ്ലിം ലീഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ഇടതുപക്ഷം, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ഏകദേശം ഒരു 2006 മുതൽ ഇടതുപക്ഷം ആണ് KV അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു MLA-യിലൂടെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം NK അക്ബർ ആണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ MLA. അപ്പോൾ 2006 മുതൽ തന്നെ ഏകദേശം 20 വർഷക്കാലമായി ഇപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നു. അതിന് തൊട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. അതിന് മുമ്പെല്ലാം മുസ്ലിം ലീഗ് തന്നെയാണ് അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ഗോപാലകൃഷ്ണനെ ഗുരുവായൂർ സ്ഥാനാർത്ഥിയാക്കിയത്. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഗുരുവായൂർ അമ്പലം വളരെ സവിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യപുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ്. നിരവധി ആൾക്കാർ, നിരവധി ഭക്തർ അവിടെ ആരാധനയ്ക്കായി അവിടെ എത്തുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. കൊടുങ്ങല്ലൂർ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ കൊടുങ്ങല്ലൂരാണെങ്കിലും ഇതെല്ലാം ഒരു ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ അവിടേക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം കൊണ്ട് ഞാനിവിടെ ജയിക്കൂ എന്ന് പറയുന്ന ഒരു വിദണ്ഡവാദമാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഒരു ജനാധിപത്യ ക്രമത്തിൽ ഇവിടെ മതം പറഞ്ഞുകൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത്. ജനാധിപത്യ ക്രമത്തിൽ ചിന്തിക്കേണ്ടത് എപ്പോഴും വോട്ട് പിടിക്കേണ്ടത് വികസനം പറഞ്ഞുകൊണ്ടും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവിടെ പോപ്പുലേഷൻ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കളി കളിക്കുക, നാണംകെട്ട നാറിയ കളികൾ കളിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് ഗോപാലകൃഷ്ണനോട് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഹിന്ദു ആൾക്കാർ ജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊളിറ്റിക്സ് അങ്ങനെയാണെന്നേ, അവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇപ്പൊ മുസ്ലിം ലീഗ് ജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മാത്രം വോട്ട് കൊണ്ടാണല്ലോ? അല്ല. മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസിന്റെ വോട്ടും ഈ പറയുന്ന മുസ്ലിംസിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ടും അവിടെ ചെല്ലുന്നുണ്ട്. അതേസമയം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ LDF നിൽക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ പറയുന്ന പോലെ ഈ ഗോപാലകൃഷ്ണന്റെ വാദം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ നോക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിലിപ്പോ അവിടുത്തെ MLA അവിടെ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഗുരുവായൂർ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ അങ്ങ് തരം താഴ്ത്തി ഇട്ടേക്കുവാണോ? ആണോ? ഇപ്പൊ പിന്നെ അക്ബറാണ് ഇപ്പൊ അവിടുത്തെ MLA. അദ്ദേഹം ഈ പറയുന്ന പോലെ അവിടെ എല്ലാം അക്ബർ എന്ന പേരോട് കൂടിയ ആ MLA ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവരാണല്ലോ. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഈ 50 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അത് തന്നെ. ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ശരി, മുസ്ലിം ലീഗ് ഭരിച്ചു, അല്ലെ മുസ്ലിം ലീഗിന്റെ MLA-മാരുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് തന്നെയല്ല അവിടെ ഉള്ള എല്ലാം മുസ്ലിങ്ങളാണ് സ്ഥാനാർത്ഥികൾ വരുന്നത്. അപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരു MLA-മാർ അവിടെ ഇടപെട്ടുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ള ആ ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രശസ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന MLA-മാരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ?
ഇല്ലല്ലോ. ഈ പറയുന്ന ഈ അക്ബർ ജയിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് പിന്നെ മുസ്ലിംസ് മാത്രമായിരുന്നു? അല്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിലുള്ള ഹിന്ദുക്കൾ, കോൺഗ്രസിലും മുസ്ലിം ലീഗിലുമുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിലുള്ള PKK ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വോട്ട് ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഹിന്ദു വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ പിന്നെ ഗുരുവായൂർ അമ്പലം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണോ? അല്ല, വികസനം തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാർക്കറിയാം എത്രത്തോളം ക്യൂ, എത്രത്തോളം തിരക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവിടെ ദിവസവും ദർശനം നടത്തുന്നതിന് എന്നുള്ളത് ഈ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെ പിന്നെ തെക്കൻ കേരളത്തിൽ നിന്നും പിന്നെ വടക്കൻ കേരളത്തിൽ നിന്നും ആൾക്കാർ എത്രയോ രാവിലെ മുതൽ തന്നെ അവിടെ നിൽക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണോ വരുന്നത്? കേരളത്തിന് പുറത്തു നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അങ്ങനെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദിവസേന നിത്യേന സന്ദർശനം നടത്തുന്നുണ്ട്. അവർ അതിരാവിലെ 4-5 മണി മുതൽ തന്നെ അവിടെ ക്യൂടാണ്. അത്രയും ക്യൂ നിന്നിട്ട് അവിടെ, എന്നാൽ ഈ ക്യൂ നിൽക്കുന്നവരെ അവഹേളിക്കുന്ന സമീപനം ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അവർക്ക് ക്യൂ നിൽക്കാനല്ല, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വരെ ഒരുക്കിയിട്ടുണ്ട്. അതിലെ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാ സൗകര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം വരെ അവിടെയുണ്ട്. ഈ എന്നിട്ട് ഈ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? എന്ത് വികാരമാണ് ഇതിലൂടെ ഉണർത്തുന്നത്? ഹിന്ദു വികാരം ഉണർത്തിയിട്ട് കാര്യമുണ്ടോ? അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുന്ന എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം അവിടെ ആർക്കും, അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. സമൂലമായ പരിവർത്തനം. ഒരു MLA എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം മാത്രമല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ നാടിന്റെ മൊത്തത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒരു MLAയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ആ ഉദ്ദേശം പിന്നെ പൂർത്തീകരിക്കുകയാണ് ഒരു MLAയുടെ ലക്ഷ്യം. ഇപ്പൊ B. ഗോപാലകൃഷ്ണനെ പോലെയുള്ള പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തുന്നതുകൊണ്ട് ആർക്കെന്ത് ഗുണം? ആ നാട്ടിലുള്ള, അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഈ 60% കഴിഞ്ഞ് 40% വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ത് ചെയ്യും? തലയും മുണ്ടിട്ട് ഓടണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതാ പറഞ്ഞത്. നമ്മൾ എന്താണോ നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിന്നാണോ വന്നത് ആ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ നിലയിലേക്ക് പോവില്ലേ? ഈ പിന്നെ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കി 40% വരുന്ന ന്യൂനപക്ഷ സമുദായക്കാർക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് എങ്ങനെയാണ് നാളെ ഈ കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവർ നടത്താൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ വർഗീയത നടമാടുകയില്ലേ? ഇനി എല്ലാ ദിവസവും ആൾക്കാർ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് എണീക്കേണ്ടി വരുമോ എല്ലാവരും? മുസ്ലിങ്ങൾ അടക്കമുള്ള ആൾക്കാർ. ഇത് ഗോപാലകൃഷ്ണൻ ചിന്തിക്കുന്ന പോലെ അല്ല, ഇത് കേരളമാണെന്നേ. ഈ കേരളത്തിലെ എല്ലാ മതക്കാരും ഒരുമിച്ച് ജയ് ശ്രീറാം പോലും വിളിക്കാതെ, അല്ലാഹു അക്ബർ വിളിക്കാതെ ജീവിക്കുന്ന ആൾക്കാരെല്ലാവരും. അവരവർക്ക് ആ ജയ് ശ്രീറാം വിളിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ വിളിക്കുന്നെങ്കിലോ അവരവരുടെ ദേവാലയങ്ങളിൽ മാത്രമാണ് ചുരുങ്ങും. തെരുവിലിറങ്ങി ആരും വിളിക്കാറില്ല. അങ്ങനെ ഒരാളോട് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന നാടല്ല കേരളം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കുമെന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത്? ക്ഷേത്രങ്ങൾ കേരളത്തിന് ആവശ്യമാണ്, പള്ളികൾ ആവശ്യമാണ്, അതുപോലെ തന്നെ ചർച്ചുകൾ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൂടി ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടേത്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല ആരും വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പം പിന്നെ NK അക്ബറിനെ ജയിപ്പിച്ചിരിക്കുന്നതിനകത്ത് വരുന്ന ഈ ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന ഹിന്ദു വോട്ടുകളുണ്ടല്ലോ, ആ ഹിന്ദു വോട്ടുകളല്ലേ എല്ലാവർക്കും കൊണ്ട് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിതൊന്നും മനസ്സിലാക്കാതെ നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഈ രീതിയിൽ ഈ പറയുന്ന ഒരു വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ NK അക്ബർ കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ കിട്ടിയത് 52.52% വോട്ടുകളാണ്. അതായത് 77,072 വോട്ടുകളാണ് NK അക്ബർ പിന്നെ അവിടെ നിന്ന് നേടിയത്, LDFന്റെ സ്ഥാനാർത്ഥി. അതായത് 18,268 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് NK അക്ബർ അവിടെ ജയിക്കുന്നത്. അതിനുശേഷം അവിടെ ഇവരുടെ ദിലീപ് നായർ എന്ന് പറയുന്ന ഒരാൾ വെറും 4.29% വോട്ടാണ് അവിടുത്തെ ഹിന്ദു എന്ന് പറയുന്നത് ഇത് ദിലീപ് നായർ നേടിയത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതേസമയം ഇവിടുത്തെ KNA ഖാദർ ആ സമയത്ത് 58,804 വോട്ടുകൾ നേടി. ഇനി ഈ പറയുന്ന ദിലീപ് നായർ കിട്ടിയത് 6,297 വോട്ടാണ് കിട്ടിയത്. അപ്പൊ അവിടുത്തെ ജനത, അവിടുത്തെ പിന്നെ ഈ പറയുന്ന ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ ജനത, പിന്നെ അവിടുത്തെ എല്ലാവരും പറഞ്ഞ 60% ഹിന്ദു പോപ്പുലേഷൻ, ആ 60% പകുതി വോട്ട് ചെയ്തതെങ്കിൽ ഇദ്ദേഹത്തിന് പിന്നെ 30% കിട്ടത്തില്ലായിരുന്നു. 30% വോട്ട് ഈ പറഞ്ഞ ദിലീപ് നായർ കിട്ടില്ലായിരുന്നു. വർഗീയത നോക്കിയാണ് ഗുരുവായൂർ വരെ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ,
ഹിന്ദു എന്ന് പറയും, ഹിന്ദു വികാരമാണ് ഗുരുവായൂരിനെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പറയുന്ന ആൾ ഈ 6% വോട്ടിനകത്ത് നിൽക്കത്തില്ല, 30% മിനിമം കിട്ടിയേനെ. അപ്പോൾ അവിടെ ഈ 2 വിഭാഗത്തിലും വോട്ടിന് കുറവുണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കായിരുന്നത്? എല്ലാവർക്കും 30%, 33% വെച്ച് എല്ലാവർക്കും വോട്ട് കിട്ടിയേനെ. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അവിടുത്തെ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. അവരപ്പോൾ പള്ളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്, ഈ പറഞ്ഞ ചർച്ചുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാം ജനാധിപത്യ വിശ്വാസികളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അവരെ മതമല്ല നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വോട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇനിയിപ്പോ അവിടെ ഇനി ഒരു ഹിന്ദു നിൽക്കണം എന്ത് ഉദ്ദേശിക്കുന്ന ഇവര്? ജനാധിപത്യ ക്രമത്തിൽ നടക്കുന്ന ഇവിടുത്തെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു ജനാധിപത്യ മഹോത്സവത്തിനിടയിൽ നിന്നുകൊണ്ട് വർഗീയത പറയാൻ നാണം ഉണ്ടോ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ? പിന്നെ നാണം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അതില്ലല്ലോ. അത് വേറൊരു സത്യാവസ്ഥ, അതില്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇനിയിപ്പം ഇനി കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം പിന്നെ തൃശ്ശൂർ ഇരിക്കുന്ന ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പറയും, ഗുരുവായൂർ നിൽക്കുന്ന ഒരു ഗുരുവായൂരുമായി ചുറ്റിപ്പറ്റി പറയും, കുറച്ച് ശബരിമല. ഇനി പത്തനംതിട്ടയിലോ മറ്റോ മത്സരിക്കുകയാണെങ്കിൽ അത് ശബരിമലയായിരിക്കും. അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഷൊർണൂരൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്രാളിക്കാവായിരിക്കും. ഇനി ഇങ്ങനെയൊക്കെ ഈ ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ BJP ഇനിയും ഇവിടെ ശക്തമായൊരു മത്സരത്തിൽ രംഗത്തേക്ക് വരുമ്പോൾ വോട്ട് പിടിക്കാൻ നിൽക്കുന്ന ഇതൊക്കെ ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു കാലം പിന്നിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അവരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.